പക്ഷെ ദാറ്റ് ബ്രിങ്സ് ഇൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അഖിൽ ലൈഫിലേക്ക് വന്നപ്പോഴേ ഇൻഡസ്ട്രിയിലുള്ള ആളല്ല. അപ്പോൾ മേ ബി അഖിൽ സഹായിച്ചിട്ടുണ്ടാവും ടു മേക്ക് യു ഫീൽ ഗ്രൗണ്ടഡ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വാല്യൂസ് ആയിരുന്നു ദാറ്റ് ഹീ ഗേവ് യു ആൻഡ് ഓൾസോ മേഡ് യു ഓക്കെ ഫൈൻ ഐ മീൻ എ ഹാപ്പി സ്പേസ് എന്ന് മനസ്സിലാക്കാൻ? യെസ്, അക്കി ലൈഫിൽ വന്നതോട് കൂടിയിട്ട് ലൈക്ക് ഐ ബിക്കം more calmer. ആക്കി ഭയങ്കര ഈസി ഗോ ലക്കി പേഴ്സൺ ആണ്. എല്ലാ സിറ്റുവേഷൻസും വളരെ കാമായിട്ട് എടുക്കുന്ന ഒരാളാണ്. കാപ്രിക്കോൺ ആണോ? അല്ല, സാജിറ്റേറിയസ്. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ സ്ട്രെസ് വരുന്ന ഒരു കാര്യത്തിനും ഹീ ഈസ് ഓൾവേസ് കാം. അത് ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ലൈക്ക് ഞാൻ പെട്ടെന്ന് ടെൻസ്ഡ് ആവും, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് വർക്ക്ടപ്പ് ആവുന്നൊരു മെൻറ്റാലിറ്റി ഉള്ള എൻ്റെ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു. അത് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ അക്കി വന്നതോട് കൂടിയിട്ട് ഞാൻ കുറച്ചും കൂടെ കാമറായി. ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയും പോവാണ്, എയർപോർട്ടിൽ പോവാണ്, ഓക്കെ ടൈമിന് എത്തിയില്ല, ഫ്ലൈറ്റ് മിസ്സാവുകയാണെങ്കിൽ മിസ്സാവട്ടെ, അപ്പം നമുക്ക് ആലോചിക്കാൻ ബാക്കി കാര്യം എന്ന് തിങ്ക് ചെയ്യാൻ എനിക്കിപ്പോൾ പറ്റും. അതെനിക്ക് പണ്ട് പറ്റില്ലായിരുന്നു. അത് അക്കി വന്നതിന് ശേഷം വന്നിട്ടുള്ളൊരു ചേഞ്ചാണ്. ലൈക്ക് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ തിരക്കിട്ടിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ലൈക്ക് ടേക്ക് യുവർ ടൈം, ആ സമയം പതുക്കെ എടുത്ത് ചെയ്താൽ മതി എന്നൊക്കെ ഉള്ളൊരു ലൈക്ക് ഹീസ് ഇൻഫ്ലുവൻസ്ഡ് മീ ഇൻ സോ മെനി വേസ്. And I'm really happy and glad that I have someone like him.